ഡോട്ട്സ് അക്കാദമിയുടെ ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2021 MTSും 2022 CGLും ക്രാക്ക് ചെയ്ത മനു കൃഷ്ണനാണ്. ഹായ് മനു. എന്തൊക്കെയുണ്ട് മനു വിശേഷങ്ങൾ? സുഖം, നന്നായിട്ട് പോകുന്നു. വർക്കൊക്കെ എങ്ങനെ പോകുന്നു? വർക്ക് കൊള്ളാം, നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണ്? ഞാൻ കവടിയാർ ഇൻകം ടാക്സ് ഓഫീസിൽ ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിപ്പം 2022 CGLിൻ്റെ? അതെ, 2022 CGL. അപ്പം 2021 ഞാൻ തിരുവല്ല ഇൻകം ടാക്സ് ഓഫീസിൽ MTS ആയിട്ട് കിട്ടിയത്. അവിടെ ഒരു 5 മാസം വർക്ക് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് മനു ഏത് സ്ട്രീമായിരുന്നു ചൂസ് ചെയ്തത്? +2 കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു. BTech ചെയ്തത് പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ MTech ചെയ്തു, NIT കാലിക്കറ്റിൽ MTech ചെയ്തു. അപ്പം MTech കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് SSCയിലേക്ക് വരുന്നത്. അതെ. അതെന്തുകൊണ്ടാണ് BTech കഴിഞ്ഞ് കഴിഞ്ഞിട്ട് SSCയിലേക്ക് വരാതിരുന്നത്? BTech കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡിൽ പോകണമെന്നുള്ളൊരു മൈൻഡായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ MTech ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് എക്സാം എഴുതി, അങ്ങനെ MTech NIT കയറി അല്ലേ? അപ്പം കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, PSC ഉണ്ട്, SSC ഉണ്ട്, ബാങ്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് SSC ചൂസ് ചെയ്തത്? ഞാൻ PSC SSC നോക്കിയായിരുന്നു. PSC കൂടുതൽ GKയുടെ ഒരു ഇതാണ് PSC മെയിൻലി. ഞാൻ GKയിൽ അത്ര സ്ട്രോങ് അല്ല, അത്ര കംഫർട്ടബിൾ അല്ല, നല്ല വീക്കായിരുന്നു. അപ്പോൾ എനിക്കറിയാം PSC എന്നെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല PSCയിൽ എക്സാം നടന്ന് റിസൾട്ട് വന്ന് ജോലി കിട്ടാനായിട്ട് കുറച്ച് നല്ലൊരു ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം സ്പെയർ ചെയ്യാൻ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഉടനെ ഒരു MTech കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ജോലി വേണം എന്നുള്ളതുകൊണ്ട് SSCയിലോട്ട് വന്നു. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും SSCയുടെ ജോബ് പ്രൊഫൈലും പല ഡിപ്പാർട്ട്മെൻറ്റും അതിലുള്ള പോസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ മാത്രമല്ല എൻ്റെ കൂടെ BTechന് പഠിച്ച 2 ഫ്രണ്ട്സിന് അന്നേ SSC എക്സാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്ന് എനിക്കറിയാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പം അങ്ങനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെയാണ് SSC എന്ന സ്ട്രീമിലേക്ക് വരുന്നത്. അപ്പം ഇങ്ങോട്ടുള്ള ഈ ഡോട്ട്സിലേക്ക് എങ്ങനെയാണ് ഇത് ഡോട്ട്സിലേക്ക് വരാൻ ബാക്കിൽ നിന്ന് ആരായിരുന്നു? SSCന്ന് ഞാൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ട്. സിദ്ധാർത്ഥ് ഇപ്പോൾ CAGയിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. സിദ്ധാർത്ഥ് ഈ ഡോട്ട്സിലെ? അതെ, സിദ്ധാർത്ഥ് ഡോട്ട്സിൽ പഠിച്ചതാണ്. അപ്പോൾ സിദ്ധാർത്ഥിനോട് ഞാനിങ്ങനെ ചോദിച്ചു ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലത്. അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞത് നീ ഡോട്ട്സിലോട്ട് വന്നാൽ മതി. അങ്ങനെയാണ് ഞാൻ ഡോട്ട്സിലേക്ക് വരുന്നത്. ഓക്കെ. അങ്ങനെ ഡോട്ട്സിലെ പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡോട്ട്സിൽ നല്ല പഠനമായിരുന്നു. എനിക്ക് നല്ലതായിട്ടൊരു ബേസ് ഇട്ട് തന്നത് ഡോട്ട്സ് അക്കാഡമിയാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ടെക്നിക്കൽ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അബ്രാം സാറിനെ വിളിച്ചത്. അപ്പം അന്ന് കൊറോണ കഴിഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് ഇതിനെ പറ്റി ഒരു ഐഡിയ തന്നു, കുറച്ച് സംസാരിച്ചു സാറ്. എന്നിട്ട് സാർ എന്നോട് പറഞ്ഞു ഒരു 1-2 ഫ്രീ ക്ലാസ് കണ്ടു നോക്കൂ, എന്നിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു ഞാൻ അഡ്മിഷൻ എടുക്കുകയാണ്, പക്ഷേ എനിക്ക് ഓൺലൈൻ ക്ലാസ് വേണ്ട, എപ്പോഴാണ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് അന്ന് സാറിനും അറിയില്ല എന്നാൽ തുടങ്ങാൻ പറ്റുകയെന്ന്. അപ്പം അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാനിവിടെ ട്രിവാൻഡ്രം അക്കാഡമിയിൽ 2021 ഒക്ടോബറിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം എത്ര ഒരു കാലഘട്ടം നീണ്ടു നിന്നു ഈ ഒരു പഠനം? സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ 2021 ഒക്ടോബറിലാണ്. ഫസ്റ്റ് ഞാൻ അത് കഴിഞ്ഞ് ജോലി കയറുന്നത് 2021 മെയിലാണ് MTS ആയിട്ട് കയറുന്നത്. അപ്പം അതുവരെ കണ്ടിന്യൂസ് ഒരു പഠിത്തമായിരുന്നു. 1.5 കൊല്ലത്തോളം പഠിച്ചു അല്ലേ? അപ്പം ഇതിൽ മനുവിന് സ്ട്രോങ് പോയിന്റ്, സ്ട്രോങ് സബ്ജക്റ്റ് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ വന്ന സമയത്ത് എനിക്ക് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഇത് മൂന്നും ഒരു സ്ട്രോങ് അല്ല, ഒരു ആവറേജ് ഇതായിരുന്നു. പിന്നെ GK വളരെ വീക്ക് ആയിരുന്നു, അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. GK ഇപ്പം എങ്ങനെയൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഡോട്ട്സ് അക്കാഡമിയിലെ സാറിൻ്റെയും മിസ്സിൻ്റെയും ക്ലാസ് അത് തന്നെയാണ് ഒരു സ്കെൽട്ടൺ പോലെ വന്നത്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒക്കെയോ? കറണ്ട് അഫയേഴ്സ് ഡോട്ട്സ് അക്കാഡമിയുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെന്നും ഇരുന്ന് ഇങ്ങനെ പഠിക്കുമായിരുന്നു, അത് വായിച്ച് പഠിക്കുമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ എക്സാം അടുക്കുമ്പോഴത്തേക്കും കുറേ ഇങ്ങനെ PDFs ഒക്കെ ഇറങ്ങുമല്ലോ, കമ്പൈലേഷൻ പോലെ, അതൊക്കെ ഇരുന്ന് വായിച്ചിട്ട് പോകും. കറണ്ട് അഫയേഴ്സിന് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഡോട്ട്സ് അക്കാദമിയിൽ നിങ്ങൾ വേറെ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടൊക്കെ കൂടിയിരുന്ന്? അതെ, ഞങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ ഉടനെ പെട്ടെന്ന് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്.
അതിൽ ഷെജിൻ, പ്രണവ്, ഗൗരി, അനന്തു അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് പഠിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും പലയിടത്തുമായിട്ട് എല്ലാവർക്കും ജോലി കയറി അല്ലേ? എല്ലാവരും കയറിയിട്ടുണ്ട്. മോക്കൊക്കെ എടുക്കുമായിരുന്നു മനു? അതെ, ഡോട്ട്സിൽ കോഴ്സ് നടക്കുന്ന സമയത്ത് ഡോട്ട്സിൻ്റെ മോക്കായിരുന്നു. അവിടെ എന്നും ചെയ്യിപ്പിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമായിരുന്നു, അത് ചെയ്യുമായിരുന്നു. പിന്നെ അത് അനലൈസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തുനിന്നുള്ള ടെക്സ്റ്റ് ബുക്ക് പോലുള്ള ആപ്സിൽ നിന്ന് ഓൾ ഇന്ത്യ മോക്കൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഡെയിലി ഓരോന്ന് വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. കോഴ്സിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് വർക്ക് കാണും, സിലബസ് കംപ്ലീഷൻ ഉണ്ടാവും. പിന്നെ ഈ മോക്കിൻ്റെ അനാലിസിസ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, വേറെ ക്ലാസ്സിൻ്റെ വർക്ക്സ് ഉണ്ടാവും, പഠിക്കേണ്ടിയുണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിരുന്നു കോഴ്സിൻ്റെ സമയത്ത്. അത് കഴിയുമ്പോഴത്തേക്കും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. അപ്പോൾ വേറെ മോക്ക് എടുത്തിട്ട് പിന്നെ ഇതൊക്കെ പഠിച്ചതൊക്കെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് എടുത്ത് റിവിഷൻ നടത്തുമായിരുന്നു. അതായിരുന്നു ഒരു സ്ട്രാറ്റജി പോലെ. ഓക്കെ. എത്ര മോക്കൊക്കെ എടുത്തിട്ട് കാണും ഒരു ആവറേജ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം 1-2 മോക്കൊക്കെ വീതം എടുക്കുമായിരുന്നു, എക്സാം അടുപ്പിച്ചാകുമ്പോഴത്തേക്ക്. അപ്പം ഒരു എണ്ണം എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു 200 മോക്കൊക്കെ എന്തായാലും എടുത്തിട്ട് കാണും അല്ലേ? എന്തായാലും എടുത്തിട്ട് കാണും. ഓക്കെ. പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ. അങ്ങനെ വല്ലതും മനു പരീക്ഷിച്ചിട്ടുണ്ടോ? ടൈം ടേബിൾ കോഴ്സ് നടക്കുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു, ക്ലാസ്സും അത് അങ്ങനെ പോകുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഡോട്ട്സിൽ വരും, വന്നിട്ട് രാവിലെ വന്നിട്ട് ഞങ്ങൾ ഉച്ചവരെ മാത്സ് ചെയ്യും. എന്നിട്ട് അത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്, മാത്സ് ചെയ്യുന്ന കാരണം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കും, ഈസി മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് GK റിവിഷൻ, അതാണ് മെയിൻ പരിപാടി. വൈകിട്ട് വരെ സന്ധ്യ വരെ ഇരുന്നിട്ട് GK പഠിക്കും. അതായിരുന്നു ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. വൈകുന്നേരം വരെ ഇരിക്കും. വൈകിട്ട് 6-7 മണി വരെ ഇരിക്കാറുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സും പഠിച്ചു പോകുമായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അക്കാദമി ഓപ്പൺ ആയിരിക്കും. അക്കാദമി വൈകിട്ട് വരെ ഓപ്പൺ ആയിരിക്കും, നമ്മൾ പഠിച്ചു തീരുന്നവരെ. ബിടെക് കഴിഞ്ഞ് വരാവുന്ന ഒരു കോഴ്സായിരുന്നു SSC എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് MTech കഴിഞ്ഞിട്ട് SSCയിലേക്ക് വന്നത്? ഞാൻ ബിടെക് കഴിഞ്ഞ സമയത്ത് എനിക്ക് ആ ടെക്നിക്കൽ ഫീൽഡിൽ കണ്ടിന്യൂ ആയിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് MTech ചെയ്തത്. പക്ഷെ MTech കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കൊറോണ വന്നത്. കൊറോണ വന്നതിന് ശേഷം ഈ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ടും ബാധിച്ചു. അങ്ങനെ പ്ലേസ്മെൻറ്റ്സ് ഒന്നും കിട്ടിയില്ല, പൊതുവേ എല്ലാവർക്കും കുറവായിരുന്നു പ്ലേസ്മെൻറ്റ്സ്. അപ്പം അങ്ങനെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടുത്ത ഇതാണ് PhD ചെയ്യുക എന്നുള്ളത്. പക്ഷേ PhD ചെയ്യണമെങ്കിൽ പിന്നെയും ഒരു 5 വർഷം ഒരു അക്കാഡമിക് ഫീൽഡിലോട്ട് പോകണം. പിന്നെ ടീച്ചിങ് ഫീൽഡിലായിരിക്കും അത് കിട്ടുന്നത്. പിന്നെ അത് എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുത്ത ഓപ്ഷൻസിലോട്ട് വന്നത്. അങ്ങനെയാണ് SSC എഴുതാമെന്ന് വിചാരിച്ചത്. SSC വന്നത് അല്ലേ? അപ്പം ഈ ബിടെക് കഴിഞ്ഞ് MTech എടുത്ത് SSCയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു ഫാമിലീൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലി എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം പണ്ട് മുതലേ തന്നെ എൻ്റെ ഡിസിഷൻസ് അവരങ്ങനെ കൂടുതലൊന്നും പറയാറില്ല. ബിടെക് കഴിഞ്ഞിട്ട് MTechന് പോകണമെന്ന് പറഞ്ഞതും എൻ്റെ ഡിസിഷൻ ആയിരുന്നു. അപ്പോഴും കുഴപ്പമില്ല, ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇത് വരണമെന്ന് പറഞ്ഞപ്പോഴും ഒന്നും പറഞ്ഞില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കോഴ്സ് ഇവിടെ ക്ലാസ്സിനൊക്കെ വന്ന് 1-1.5 വർഷം നമ്മൾ ഇരിക്കുമല്ലോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചോളൂ എന്തായി എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും. അതവരുടെ ഒരു ആങ്സൈറ്റി കാരണം ചോദിക്കുന്നതായിരിക്കും. അതല്ലാതെ എനിക്ക് വലിയ പ്രഷറൊന്നും വീട്ടുകാരുടെ ഇന്ന് ഉണ്ടായിട്ടില്ല. സാധാരണ കുട്ടികളിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അവർക്ക് ഭയങ്കര സ്ട്രെസ്സാകുക, ഭയങ്കര 2-3 എക്സാമൊക്കെ കഴിയുമ്പോഴത്തേനും കിട്ടിയെന്ന് കാണുമ്പം അവർ അപ്പടി ഡിപ്രഷനിലേക്ക് പോവുക, അപ്പടി സങ്കടമായിട്ട് റൂമിൽ അടച്ചിരിക്കുക. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗ്ലിംഗ് പീരീഡ് മനുവിന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എക്സാം എഴുതി കിട്ടിയില്ല, വിഷമാകുക, അപ്പം എന്താ അങ്ങനത്തെ ഒരു ഫീലൊക്കെ? എക്സാംസ് എഴുതി ആദ്യമൊക്കെ എക്സാംസ് എഴുതുമ്പോൾ കിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇനി പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഡിപ്രഷനൊന്നും ആയിട്ടില്ല, കാരണം ഡിപ്രഷൻ അടിച്ച് 3-4 ദിവസം കളയാനുള്ള സമയം നമ്മുടെ ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ജോലി വാങ്ങിക്കണമെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എന്തായാലും ചില എക്സാംസ് ഒക്കെ എഴുതുമ്പം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡിപ്രഷൻ അല്ല, ഒരു ദേഷ്യം പോലെ വരാറുണ്ട്. പക്ഷേ അത് ഗ്രാജുവലി ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൽ എല്ലാവരും, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഷെജിൻ, ഗൗരി, പ്രണവ്, അവർ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും. പിന്നെ പഴയതുപോലെ ഉണ്ടായിരുന്നു. അടുത്ത എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഇതുപോലെ അടുത്ത് നമുക്ക് നോക്കാമെന്ന് തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഡിപ്രഷൻ അടിച്ച് അങ്ങനെ സമയം കളഞ്ഞിട്ടില്ല.
ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തെറ്റി പോകുമായിരുന്നു എന്നൊക്കെ. അപ്പം അതൊക്കെ എങ്ങനെയാ പിന്നെ കറക്റ്റ് ചെയ്തു വന്നത്? മൂക്കിലൂടെയാണോ? അതെ, മൂക്കിലൂടെ. ആ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ മൈൻഡിൽ നിൽക്കും. അത് പിന്നെ അതെ, ശരിയാകുന്ന ക്വസ്റ്റ്യൻ കാണും, തെറ്റിയ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യൻ അടുത്ത എക്സാമിന് വരുമ്പോൾ നമ്മളത് എഴുതും. അതെ. ഇപ്പോൾ SSC പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഇപ്പം മനുവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പോൾ പുതുതായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. രണ്ടാമത്തത് നമുക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പ് വേണം. അതായത് നമ്മളെപ്പോലെ തന്നെ എക്സാം ക്രാക്ക് ചെയ്യണം, അതും എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യണമെന്ന് മൈൻഡ് സെറ്റുള്ള കുറച്ച് പേരുമായിട്ടുള്ള നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. കാരണം അതിനകത്ത് തന്നെ നമുക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും, നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രോങ് ഏരിയസും വീക്ക് ഏരിയസും മനസ്സിലാക്കിയിട്ട് നമ്മളെ വീക്ക് ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണോ അതെല്ലാം ചെയ്യണം. പിന്നെ ഉള്ളത് നമ്മുടെ മോക്ക് ടെസ്റ്റ് എടുക്കുക, റിവിഷൻ ചെയ്യുക. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്